അങ്കണവാടിയിൽ ഉപ്പുമാവിന് പകരം ബിരിയാണി വേണമെന്ന ശംഖുവിന്റെ ആഗ്രഹം സാധിച്ച് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. മന്ത്രി പറഞ്ഞത് പ്രകാരം അങ്കണവാടി കുട്ടികൾക്കുള്ള ഭക്ഷണ മെനു വനിതാ ശിശുവികസന വകുപ്പ് പരിഷ്കരിച്ചു. വിവരങ്ങൾ നൽകാൻ ഷീജ കൂടി ചേരുന്നുണ്ട്. ഷീജ, ആ 4 വയസ്സുകാരന്റെ വാക്കുകൾ നമ്മുടെ എല്ലാം മനസ്സിൽ ഇപ്പോഴുമുണ്ട്. ഏറ്റവും സന്തോഷകരമായ വാർത്തയാണ്. വിവരങ്ങൾ എങ്ങനെ? തീർച്ചയായും അതായത് അങ്കണവാടിയിൽ ഉപ്പുമാവിന് പകരം ബിരിയാണി വേണം എന്നുള്ളതായിരുന്നു അന്ന് ശംഖു ആഗ്രഹം പ്രകടിപ്പിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അന്ന് തന്നെ ആരോഗ്യമന്ത്രി പറഞ്ഞിരുന്നു ഈ ഭക്ഷണത്തിന്റെ കാര്യം അത് പരിഷ്കരിക്കും, പ്രത്യേകിച്ചും അംഗൻവാടിയിലെ ഭക്ഷണത്തിന്റെ മെനു പരിഷ്കരിക്കും എന്നുള്ളത് അന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നായിരുന്നു അംഗൻവാടികളുടെ ഒട്ടാകെയുള്ള അംഗൻവാടികളുടെ പ്രവേശനോത്സവം നടന്നത്. അതേ ദിവസം തന്നെ ഭക്ഷണ മെനുവും പരിഷ്കരിച്ചുകൊണ്ട് വനിതാ ശിശുവികസന വകുപ്പ് ഉത്തരവിറക്കിയിരിക്കുന്നത്. ഏതായാലും അംഗനവാടി കുട്ടികൾക്കുള്ള പ്രഭാത ഭക്ഷണം, ഉച്ചഭക്ഷണം, ജനറൽ ഫീഡിംഗ് തുടങ്ങിയ പോഷകാഹാരങ്ങൾ അത് കൃത്യമായ പോഷകാഹാരങ്ങൾ ഉറപ്പാക്കിക്കൊണ്ടാണ് ഇപ്പോൾ പരിഷ്കരിച്ചിരിക്കുന്നത്. ഇതാദ്യമായാണ് ഒരു ഏകീകൃത ഭക്ഷണ മെനു നടപ്പിലാക്കുന്നത് എന്നുള്ളതും എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഏതായാലും പത്തനംതിട്ടയിൽ നടന്ന അംഗനവാടി പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനത്തിലാണ് ഈ കുട്ടികൾക്കുള്ള പരിഷ്കരിച്ച മാതൃകാ ഭക്ഷണ മെനു അടക്കം പ്രകാശനം ചെയ്തത് മന്ത്രി വീണ ജോർജ്. പരിഷ്കരിച്ച ഭക്ഷണ മെനു അനുസരിച്ച് ഓരോ ദിവസവും വൈവിധ്യമാർന്ന ഭക്ഷണങ്ങളാണ് നൽകുക. തിങ്കളാഴ്ച പ്രാതലായി നൽകുന്നത് പാലും പിടിയും കൊഴുക്കട്ടയും ഒക്കെയാണ്. അങ്ങനെ അതിന്റെ ഒരു വലിയ ലിസ്റ്റ് തന്നെയുണ്ട്. ചൊവ്വാഴ്ച പ്രാതലിന് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ലഡു, ഉച്ചയ്ക്ക് മുട്ട അല്ലെങ്കിൽ മുട്ട ബിരിയാണി എന്നിവ നൽകുന്നതായിരിക്കും. അങ്ങനെ ഓരോ ദിവസവും വ്യത്യസ്തമായ രീതിയിൽ, പക്ഷെ കൂടുതൽ കുട്ടികളുടെ ആരോഗ്യത്തിന് ഹാനികരമാകാത്ത രീതിയിലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഉൾപ്പെടുത്തിയ മെനു ആണ് ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത്. ഓരോ വിഭവങ്ങൾ തയ്യാറാക്കുന്നതിനുള്ള ചേരുവയും അവയിൽ അടങ്ങിയിട്ടുള്ള ഊർജം, പ്രോട്ടീൻ എന്നിവ അടക്കമുള്ള കാര്യങ്ങൾ, അതിന്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങളടക്കം ഈ മെനുവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതും എടുത്തു പറയേണ്ടത് തന്നെയാണ്. തീർച്ചയായും ഷീജ സൂചിപ്പിച്ചതുപോലെ ഇതാദ്യമായാണ് ഏകീകൃത ഭക്ഷണ മെനു നടപ്പിലാക്കുന്നത്. എപ്പോൾ മുതലായിരിക്കും ഈ ഭക്ഷണ മെനു ഇനി പ്രാബല്യത്തിൽ വരിക? നിലവിൽ ഏതായാലും ഉടൻ തന്നെ ഇത് പ്രാബല്യത്തിൽ വരും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. നിലവിൽ ഏതായാലും ഈ തീരുമാനം ഇത് പരിഷ്കരിച്ചത് സംബന്ധിച്ചുള്ള അറിയിപ്പ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ള ഉത്തരവിറക്കിയിട്ടുണ്ട് വനിതാ ശിശുവികസന വകുപ്പ്. ഉടൻ തന്നെ ഇത് പ്രാബല്യത്തിൽ വരുന്നതായിരിക്കും. ശരി, എസ് ഷീജയാണ് വിവരങ്ങൾ നൽകിയത്.